ഹലോ, വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഏതൊരു ബിഗിനർക്കും ഈസിയായി ചെയ്തെടുക്കാവുന്ന മനോഹരമായ സ്കാർഫ് പാറ്റേൺ ആണിത്. ഇതിൻ്റെ ഫസ്റ്റ് 7 റൗണ്ട്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഫുൾ ഓഫ് റെപ്പറ്റീഷൻസ് ആണ്. സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു ക്രോഷേ ദിസ് സ്കാർഫ്. ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു സിൽക്കി ലേസ് യാണും 3mm ക്രോഷേ ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ചെയിൻ 3 ചെയ്യുന്നു. 1 2 and 3 ചെയിൻ 3 ചെയ്തതിന് ശേഷം ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത് ടു ദ ഫസ്റ്റ് ചെയിൻ. ആദ്യത്തെ ഈ ചെയിനിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇനി റൗണ്ട് 2 ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയിൻ 3 ചെയ്യുന്നു. ഫസ്റ്റ് 1 2 and 3 ചെയിൻ 3 ചെയ്തതിന് ശേഷം വർക്ക് ടേൺ ചെയ്യുന്നു. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡബിൾ ക്രോഷയുടെയും ചെയിൻ 3യുടെയും ഇടയിലുള്ള ഈ സ്പേസിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സ്പേസിലേക്ക് നമ്മൾ ഇനിഷ്യലി ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ദെൻ ചെയിൻ 2 ചെയ്യുന്നു. ദെൻ എഗെയിൻ ഡബിൾ ക്രോഷേ ഇൻറ്റു ദി സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുന്നു. റൗണ്ട് 2 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. റൗണ്ട് 3ക്ക് വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്യുന്നു. വർക്ക് ടേൺ ചെയ്യുന്നു. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം ഈ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അതിനുശേഷം ചെയിൻ 2 ചെയ്യുന്നു. എഗെയിൻ 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അതിനുശേഷം ചെയിൻ 1 ചെയ്യുന്നു ആൻഡ് 1 ഡബിൾ ക്രോഷേ. ഇതെല്ലാം ഈ സെയിം സ്പേസിലേക്കാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ റൗണ്ട് 3 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അതിനുശേഷം റൗണ്ട് 4 ചെയ്യുന്നതിനായിട്ട് ചെയിൻ 3 ചെയ്യുന്നു. എഗെയിൻ വർക്ക് ടേൺ ചെയ്യുന്നു. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 2 1 ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷേ, ദിസ് ഈസ് മൈ സെക്കൻഡ് ഡബിൾ ക്രോഷേ. ദെൻ ചെയിൻ 2 and 1 ഡബിൾ ക്രോഷേ. ഓക്കെ, അടുത്ത സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യുക. Two and 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ചെയിൻ 2 then 2 double crochet, then chain 1 and 1 double crochet. സോ നമ്മുടെ റൗണ്ട് 4 ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് റൗണ്ട് 5 ചെയ്യുന്നതിനായിട്ട് ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷേ, then chain 2 and 1 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അടുത്ത സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ, 1 2 and 3 double crochet, chain 2 and 1 double crochet ചെയ്യുന്നു.
ഇനി ഒരു തേർഡ് സ്പേസ് ഉണ്ട് ഇവിടെ, അവിടേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷേ, two and three double crochet, chain 2, 2 double crochet, then chain 1 and 1 double crochet ചെയ്യുന്നു. സോ നമ്മുടെ റൗണ്ട് 5 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് റൗണ്ട് 6. റൗണ്ട് 6 ചെയ്യുന്നതിനായിട്ട് ചെയിൻ 3 ചെയ്യുന്നു, വർക്ക് ടേൺ ചെയ്യുന്നു. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഈ ചെയിൻ 1 സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷേ, 1 and 2 double crochet, chain 2, 1 double crochet വർക്ക് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 2 സ്പേസിലേക്കും 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷേ ആണ് വർക്ക് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷേ, then again അടുത്ത സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ, then chain 2, then 1 double crochet, അതിനുശേഷം ലാസ്റ്റ് സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ, 1 2 and 3 double crochet, chain 2, two double crochet, chain 1 and 1 double crochet. സോ നമ്മുടെ റൗണ്ട് 6 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് റൗണ്ട് 7. റൗണ്ട് 7 ചെയ്യുന്നതിനായിട്ട് ചെയിൻ 3 ചെയ്യുന്നു, വർക്ക് ടേൺ ചെയ്യുന്നു. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷേ, chain 2, 1 double crochet, ഓക്കെ. അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് 4 സ്പേസ് 1 2 3 and 4 സ്പേസിലേക്ക് നമ്മൾ ചെയ്യുന്ന 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷേ ആണ്. നമ്മുടെ പാറ്റേൺ ആക്ച്വലി 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷേ ആണ്. സോ ഈ സ്റ്റാർട്ടിങ് ചെയിനിൽ നമ്മൾ ഈ ചെയിൻ 3 ഡബിൾ ക്രോഷേ ആയിട്ട് എടുത്താൽ 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷേ ആണ്. ഓക്കെ. സോ അടുത്ത 4 സ്പേസിലേക്ക് ഇനി 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, ഡബിൾ ക്രോഷേ വർക്ക് ചെയ്യുക. അടുത്ത സ്പേസിലേക്ക് അഗെയിൻ 3 ഡബിൾ ക്രോഷേ, 2 and 3 double crochet, chain 2, 1 double crochet, chain 2, 1 double crochet, again next space like 3 double crochet, chain 2, 1 double crochet,
നെക്സ്റ്റ് സ്പേസിലേക്ക് again 3 ഡബിൾ ക്രോഷേ, 2 and 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ചെയിൻ 2 and 1 ഡബിൾ ക്രോഷേ. അടുത്ത സ്പേസിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷേ. അങ്ങനെ നമ്മൾ ടോട്ടൽ 4 ടൈംസ് ആണ് ഈ പാറ്റേൺ ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണും കൂടെ ചെയിൻ 3 2 ഡബിൾ ക്രോഷേ ദെൻ ചെയിൻ 2 ഡബിൾ ക്രോഷയും കൂടെ കൂട്ടുവാണെങ്കിൽ 5 ടൈംസ് ആണ് ഈ പാറ്റേൺ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്പേസും വർക്ക് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് റൗണ്ട് 7. റൗണ്ട് 7 കഴിഞ്ഞിട്ട് റൗണ്ട് 8 ചെയ്യുന്നതിനായിട്ട് എഗെയിൻ ചെയിൻ 3 ചെയ്യുന്നു. ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് 7 ആണ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എത്ര ഹൈറ്റിലാണോ ഈ സ്കാർഫ് വേണ്ടത് അതിനനുസരിച്ചിട്ട് സെയിം റൗണ്ട് 7 റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് ആവശ്യമുള്ള ഹൈറ്റ് വരെ വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് സ്പേസിലേക്ക് വർക്ക് ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 double crochet, ഓക്കെ. ആൻഡ് നെക്സ്റ്റ് 4 സ്പേസിലേക്കും വർക്ക് ചെയ്യേണ്ടത് 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2, 1 ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. എത്രയാണോ ലെന്ത് വേണ്ടത് അവിടം വരെ വർക്ക് ചെയ്യുക. ഓക്കെ, 3 ഡബിൾ ക്രോഷേ, chain 2, 1 double crochet. സോ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. റൗണ്ട് 7 റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെന്തിൽ സ്കാർഫ് ചെയ്തെടുക്കുക. സോ ഞാനിവിടെ എൻ്റെ സ്കാർഫിൻ്റെ ഫൈനൽ ലെന്ത് വരെ എത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ റിഡക്ഷൻ ഓർ ഡിക്രീസ് റൗണ്ട്സ് ആണ് ചെയ്യുന്നത്. ഡിക്രീസ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് ചെയ്യുന്നതിനായിട്ട് ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടോട്ടൽ 5 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അതിൽ 4 ഗ്രൂപ്പ്സും ആസ് യൂഷ്വൽ തന്നെ വർക്ക് ചെയ്യുക. സോ നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് ചെയിൻ 3 ചെയ്തതിന് ശേഷം 2 ഡബിൾ ക്രോഷേ, ചെയിൻ 2 തന്നെ ഡബിൾ ക്രോഷേ. ഈ പാറ്റേൺ ആയിരുന്നു. പിന്നീട് എല്ലാ ഗ്രൂപ്പ്സിലേക്ക് നമ്മൾ ചെയ്യുന്നത് 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2 ആൻഡ് ഡബിൾ ക്രോഷേ ആയിരുന്നു. സോ അതേ പാറ്റേണിൽ വർക്ക് ചെയ്യുക. അങ്ങനെ 4 ഗ്രൂപ്പ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, 5th ഗ്രൂപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. സോ ഇനി 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2 ഡബിൾ ക്രോഷേ അടുത്ത 3 ഗ്രൂപ്പ്സിലേക്ക് റിപ്പീറ്റ് ചെയ്യുക. ഞാനിവിടെ ഫസ്റ്റ് 4 ഗ്രൂപ്പ്സിലേക്ക് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് സ്പേസിലേക്ക് വർക്ക് ചെയ്യുന്നത് 3 ഡബിൾ ക്രോഷേസ് മാത്രമാണ്. 1 2 and 3 ഡബിൾ ക്രോഷേസ് ചെയ്തതിന് ശേഷം ചെയിൻ 3 ചെയ്യുന്നു, വർക്ക് ടേൺ ചെയ്യുന്നു. ഇനി ഡിക്രീസ് റൗണ്ട് 2 ആണ്. ഓക്കെ, ഡിക്രീസ് റൗണ്ട് 2 ചെയ്യുന്നതിനായിട്ട് ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് 3 സ്പേസസിൽ യൂഷ്വൽ പാറ്റേൺ ചെയ്യുക. ആൻഡ് ടു ദ 4th സ്പേസ് നമ്മൾ 3 ഡബിൾ ക്രോഷേസ് ആയിരിക്കും ചെയ്യുന്നത്. സോ യൂഷ്വൽ പാറ്റേൺ മീൻസ് 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2 ഡബിൾ ക്രോഷേ. ഈ പാറ്റേൺ ഫസ്റ്റ് 3 സ്പേസസിലേക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഫസ്റ്റ് സ്പേസിൽ ചെയ്തിരിക്കുകയാണ്. 2 മോർ സ്പേസിൽ സെയിം പാറ്റേൺ വർക്ക് ചെയ്യുക. 3 സ്പേസിൽ യൂഷ്വൽ പാറ്റേൺ വർക്ക് ചെയ്തതിന് ശേഷം 4th സ്പേസിൽ നമ്മൾ ചെയ്യുന്നത് 3 ഡബിൾ ക്രോഷേ ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത റൗണ്ടിന് വേണ്ടി ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. ഓക്കെ, 3 ഡബിൾ ക്രോഷേസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ചെയിൻ 3 ആൻഡ് ടേൺ ദ വർക്ക്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഡിക്രീസ് റൗണ്ട് 3 എത്തിയിരിക്കുകയാണ്. ഡിക്രീസ് റൗണ്ട് 3 നമ്മളിവിടെ
2 സ്പേസിലേക്കാണ് യൂഷ്വൽ പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ടു ദ തേർഡ് സ്പേസ് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ആയിരിക്കും ചെയ്യുന്നത്. 2 സ്പേസിൽ യൂഷ്വൽ പാറ്റേൺ വർക്ക് ചെയ്തതിന് ശേഷം തേർഡ് സ്പേസിലേക്ക് ചെയ്യുന്നത് 3 ഡബിൾ ക്രോഷ്യേസ് ആണ്. ഓക്കെ, ഇനി ചെയിൻ 3 ചെയ്യുന്നു, വർക്ക് ടേൺ ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്കിവിടെയുള്ള സ്പേസസ് എന്ന് പറഞ്ഞാൽ 1, 2 സ്പേസ് ആണ്. ദിസ് ഈസ് ഡിക്രീസ് റൗണ്ട് 4. ഡിക്രീസ് റൗണ്ട് 4 ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് സ്പേസിലേക്ക് നമ്മൾ യൂഷ്വൽ പാറ്റേൺ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഡബിൾ ക്രോഷ്യ. ഈ പാറ്റേൺ ഫസ്റ്റ് സ്പേസിലേക്ക് വർക്ക് ചെയ്യുന്നു. സെക്കൻഡ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു, വർക്ക് ടേൺ ചെയ്യുന്നു. ടു ആൻഡ് 3. ഓക്കെ, അതിനുശേഷം ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഡിക്രീസ് റൗണ്ട് 5. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്. ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പേസേ ഉള്ളൂ, അവിടേക്ക് 3 ഡബിൾ ക്രോഷ്യാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 2 ആൻഡ് 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് ഫാസ്റ്റൻ ഓഫ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതോടെ നമ്മുടെ സ്കാർഫിൻ്റെ അതർ എൻഡും ഫിനിഷ് ആയിരിക്കുകയാണ്. ഫൈനലി ബോത്ത് ടെയിൽ എൻഡ്സിലുള്ള യാൺസും വീവ് ചെയ്തതിന് ശേഷം ട്രിം ചെയ്യുക. നമ്മുടെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് സ്കാർഫ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് പീസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്തെടുക്കാവുന്നതാണ്. Hope you all like this video. Please do like, share and subscribe. Thank you.